ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പത്തനംതിട്ട ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടൂരോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാ എൻ്റെ കൂടെ? വാ 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 വാ. അലിക്കോട്ടനുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പാലും എടുത്ത് കൊടുത്ത് തുണിയും വിരിച്ചിട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. ഇതാരാന്ന് നിങ്ങൾക്കറിയാമോ? ഗൈസ്, ഇവിടെ തൂത്ത് വൃത്തിയാക്കുന്ന ഒരാളിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗൈസ്, ഇയാളെ എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയമുണ്ടോ? നമ്മളെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇതൊരു കീടാണുമാണ്. ഫുള്ള് വൃത്തിയാക്കി. കണ്ടോ എൻ്റെ മിനിയേച്ചർ. എൻ്റെ മിനിയേച്ചർ കളക്ഷൻസ് ആണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെയും കുറച്ചുണ്ട്. എന്റെ കയ്യിൽ കുറെ ഉണ്ട് ഗൈസ്. എന്റെ ഞാൻ ഇപ്പം കാണിക്കുന്നില്ല ഗൈസ്. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ. യു ഗെറ്റ് ഔട്ട്. എടുത്തു കാണിക്കണോ? വേണ്ട. അപ്പം ഞാൻ പോയി കുളിച്ച് സെറ്റായിട്ട് വരാം. റൂമൊക്കെ ക്ലീനാക്കി. ഗൈസ്, നമ്മൾ രാവിലെ വീഡിയോയുടെ ക്ലിപ്പ് എടുത്തിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. ഇവള് വന്ന് ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് സെറ്റാക്കി. സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ മന്തി ഡേറ്റ് സമ്മതിച്ചു. അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ സമയം കണ്ടില്ല. മന്തി കണ്ടപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റായി. രാവിലെ ചപ്പാത്തിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ പത്തനാപുരം ആശീർവാദിൽ വന്നിട്ടുണ്ട്. കണ്ടോ? പക്ഷെ നമ്മളിന്ന് ഞാൻ സാധാരണ എങ്ങനെ അറിയാമോ, അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് മുമ്പാണ് ഇറങ്ങാനുള്ളത് ഇവിടെ സിനിമയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങനെയാണ്. ഇന്ന് ആദ്യമായിട്ട് നേരത്തെ വന്ന് അറ്റൻഡൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്ത് വന്ന് ചുമ്മാ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പുറത്ത് റോഡിലൊക്കെ ഇങ്ങനെ നടന്നായിരുന്നു. അപ്പോൾ മേളിൽ കയറി വന്നു. ഇനി അകത്ത് കയറാൻ വേണ്ടി പോവാം. കണ്ടോളൂ. ഇതാണ് നമ്മുടെ പത്തനാപുരം. കാണാൻ വേണ്ടിയൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലേ കൂട്ടാ? കിട്ടത്തില്ല. C5 6 വാങ്ങും. ഗൈസ്, ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സിനിമ? ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ കിട്ടില്ല സിനിമ. അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച്. പക്ഷെ കാണാൻ അധികം ആളുകളൊന്നും ഇല്ല. എല്ലാവരും അറിഞ്ഞു കണ്ടുവരുന്നുള്ളൂ. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടം. കിട്ടില്ല സിനിമ ഗൈസ്. അടിപൊളി. അതെ അതെ, CD മൂസ പോലെ. ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എന്താ പറയുക, ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാം. ബൈ ബൈ. ഫാന്റസി വേൾഡ് അല്ലാതെ ലൈക്ക് എന്താ പറയുക, ഒരു റിയാലിറ്റിയിൽ തന്നെ ഒരു റിലാക്സ് മൈൻഡൊക്കെ ഒന്ന് കൂടാൻ പറ്റുന്ന ഒരു മൂവി എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ. നമ്മൾ എന്തിനു വന്നെയാണ് കൂട്ടാ? നമ്മളാണെങ്കിൽ കരിക്കിഷൊക്കെ കുടിക്കാം. 8 ബൂസ്റ്റ്. അതേ അവിടെ ഇതൊക്കെ പൊട്ടുന്നു. ദീപാവലിയായിട്ട് ഞങ്ങളിന്ന് ഫുൾ കറക്കമാണ്. പത്തനംതിട്ട വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെ മന്തി കഴിക്കാന്ന പേരിൽ വന്ന് ചാടി പോയി സിനിമയും കണ്ടു. ഷേക്കും കുടിക്കുന്നു. നാളെ രാവിലെ ഹോസ്റ്റലിൽ പോകത്തുള്ളൂ. ഞങ്ങളത് ഐസ്ലാൻഡിൽ വീട്ടിലെത്തി. ഇവളെ തിരിച്ചു പറഞ്ഞു വിടുന്നില്ല. അവൾ ക്ലാസ്സിലും പോകുന്നില്ല. നാളെ രാവിലെ പോവും. സച്ചു നാളെ രാവിലെ വരും. അമ്മ നാളെ മറ്റന്നാളി വരും. എല്ലാം സർപ്രൈസ് ആണ്. അമ്മ മറ്റന്നാളി വെളുപ്പിന് നാളെ വൈകിട്ട് കയറും. അപ്പോൾ അമ്മ വരുന്ന സ്ഥിതിക്ക് നമുക്ക് വീട് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാ. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ. ബൈ ഗൈസ്. നമ്മൾ കുറച്ച് വൃത്തിയാക്കി. താഴത്തെ ഫ്ലോറ് ഫുള്ള് വൃത്തിയാക്കി. മേളിൽ വന്നപ്പം ലേറ്റായി. അവൾ മേളവശം എനിക്ക് തൂത്തൊക്കെ തന്നു. പക്ഷേ ഞാൻ തുടച്ചില്ല. അലമാരിയൊക്കെ അടുക്കി വെച്ചപ്പോഴത്തേക്ക് സമയമായി.
ഇപ്പം ദേ അവളുടെ അമ്മച്ചി കൊടുത്തുവിട്ട് ഹോസ്റ്റലിൽ പോയി കഴിക്കാൻ കൊടുത്തിട്ട് ചോറ് ഞങ്ങൾ എടുത്തോണ്ടിരിക്കുന്നു. ബെഡ്റൂമിൽ ഇരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇത് നിഷ കാണുമ്പോൾ നമ്മളെ തല്ലിക്കൊല്ലുന്നതാണ്. ദേ ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, ഉരുളക്കിഴങ്ങ്. ഇന്ന് മൊത്തം റിച്ച് ഫുഡാണ്. ഇന്ന് എൻ്റെ ചീറ്റ് മീൽ ഡേ ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ഗ്യാപ്പായി പോയി. ഇന്നലെ രാത്രിയിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി. നന്നായിട്ടെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ കണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് രാവിലെ എണീറ്റ് 6 മണിയായപ്പോൾ എണീറ്റ് ഫുള്ള് മുറ്റമൊക്കെ തൂത്ത്, 6 മണിയെന്ന് പറഞ്ഞാൽ 6:45 ആയി. മുറ്റമൊക്കെ തൂത്ത് മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോച്ചൊക്കെ ഒരുപാട് പണിയുണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വേഗം ഞാനും ലീവും കൂടെ പന്തളം വിട്ടു. പന്തളത്ത് അവളെയും ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിൽ പോയി. അപ്പോൾ അവൻ വരാൻ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി മമ്മിയൊക്കെ കണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് മമ്മിയെ കാണിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവൻ 7 മണിയാകുമ്പോൾ എന്നെ വിളിക്കാൻ വരാൻ തന്നെ വിളിച്ച് അവനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അപ്പോഴേ എനിക്കൊരു പന്തികേട് മണത്തു. ലാസ്റ്റ് എന്താ, ആളെ വണ്ടിയിൽ നിന്ന് വീണു. നമ്മുടെ ബൈക്കല്ല, കൂട്ടുകാരൻ്റെ ബൈക്ക് വെച്ചിട്ട് കയറിയിട്ട് ബൈക്കിൽ നിന്ന് വീണ് കൈയും കാലും എല്ലാം ഉരഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ആകെ മൊത്തം വേദനയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നാളെ അമ്മായിയും വരുവാണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ പണികൾ ഇങ്ങനെ തീരാൻ വേണ്ടി കിടക്കുക. ചെയ്തിട്ട് പണികൾ തീരുന്നില്ല. എൻ്റെ കോലം കണ്ടില്ലേ, ടാൻ അടിച്ചിട്ട്. അമ്മ വരുമ്പോൾ ഇനി അതിന് കിട്ടും. അപ്പം നമ്മൾ പെട്ടെന്ന് വണ്ടിയൊക്കെ റെൻറ്റിനെടുത്തു. അപ്പോൾ സച്ചുവും കൂടെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി അവർ വണ്ടി കൊണ്ട് വന്നു. അപ്പോൾ അവന്മാരെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടിയും കൊണ്ട് തിരിച്ചു വന്ന് പെട്രോൾ അടിച്ചുകൊണ്ട് വരും. അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട്. മേളിലെല്ലാം സെറ്റാക്കി. പിന്നെ എന്താ, വേസ്റ്റെല്ലാം കൊണ്ടുപോയി ഇപ്പോൾ കത്തിച്ചു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് മേളിലത്തെ ബാത്റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് മുഖത്തൊന്ന് മറ്റേ ഷീറ്റ് മാസ്ക് അല്ലല്ലോ, മറ്റേ പീൽ ഓഫ് മാസ്ക് ഇല്ല, അതിടണം. സോ നമുക്ക് പീൽ ഓഫ് മാസ്ക് ഇടുമ്പോൾ കാണാം. ഗൈസ്, ഇത് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നലെ റെൻറ്റിനെടുത്ത വണ്ടി. ഗൈസ്, നമ്മൾ രാവിലെ 4 മണിയായി റെഡിയായിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ലേറ്റായിരുന്നു. സോ ലെറ്റ്സ് വെയിറ്റ്. ഞാൻ 4 മണിക്ക് റെഡി ആവുന്ന 4 മണിക്ക് റെഡിയായി. ഗൈസ്, ഇവരെല്ലാം നേരത്തെ ഇറങ്ങി, ഞാൻ മാത്രം ലേറ്റ്. മതിയോ? ഞങ്ങൾ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഒരു സത്യം പറഞ്ഞത്. അവിടെ ഗൂഗിൾ പേ ഇല്ല. അവിടുത്തെ ചേട്ടൻ ഞങ്ങൾ ചായ കുടിക്കാതെ തിരിച്ചറിഞ്ഞപ്പോ അങ്ങനെ സുലക്കച്ചയെ കൊണ്ട് നമ്മൾ പാത്രമൊക്കെ കഴിപ്പിച്ച് 55 രൂപ തികപ്പിച്ചിട്ടാണ് വിട്ടത്. അല്ല, ആ അങ്കിളാണെങ്കിൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ കുടിച്ചോ, എന്തിനാ തിരിച്ചു പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് പേ ചെയ്ത് തരാമെന്ന്. പക്ഷെ അങ്ങേർക്ക് പേ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഓക്കെ, ബൈ. ചാർജ് കൂടുതലാടാ. നമ്മൾ എയർപോർട്ടിലെത്തി ഗൈസ്. നമ്മളിവിടെ എത്തി ഗൈസ്. എന്താ, എയർപോർട്ടിലെത്തി. ബാക്കിൽ കാണുന്നതാണ് എയർപോർട്ട്. അമ്മായി എത്തിയിട്ടുണ്ട്. അമ്മ 1/2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങി വരും. എയർപോർട്ടിലെത്തി. മഴയാണ്. അപ്പൊ നമുക്ക് അമ്മ വരുന്നത് നോക്കാം. ഇവിടെ കൊക്കുണ്ട്.
നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ വാഷ്റൂമിൽ പോയി. ഓരോ തവണ അമ്മ വരുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറാറില്ല. എപ്പോൾ വിളിക്കാൻ പോയാലും, പക്ഷെ വിളിക്കാൻ പോകാതിരിക്കാനും പറ്റില്ല. പിന്നെ കൊണ്ടുവിടാൻ നേരം അതിലേറെ വിഷമം. അങ്ങനെയാണ് എപ്പോഴും. കാലൊടിഞ്ഞ കുഞ്ഞ് അവിടെ ഇവിടെ ഉണ്ട്. പൂവങ്ങനെ ഇന്നലെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴല്ലേ അവൻ വണ്ടി പിടിച്ച് വീണത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ എടാ ഇതാ വണ്ടിയിൽ എടുക്ക. എന്റെ കയ്യിലും എല്ലാം ഉണ്ട്. ഞാൻ വണ്ണം വെച്ചില്ലയോ? ഇപ്പൊ വണ്ണം വെച്ചമ്മ. അന്ന് വന്നപ്പോ എന്തോ പോലെ വരുന്നു. അന്ന് ഉണങ്ങിയിരിക്കുവായിരുന്നു. ഇപ്പൊ മറ്റേ വണ്ണം വെക്കുന്ന ഒരു പുതിയ കഞ്ചാവ് മറ്റേ MXW എന്ന് പറയുന്നത്. BMW നല്ലൊരു പാൻറ്റുണ്ട്. അത് പാച്ചപ്പ് ചെയ്യാം. ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഇരുന്നോളാം. അതെങ്ങനെ രണ്ട് തോള മുറിവൊന്നുമില്ല അവിടെ. അതിങ്ങനെ വെക്ക്, ഇവിടെ വെക്ക്. ഇങ്ങനെ തന്നെ ഇത് താഴെ വെക്കട പൊട്ടാ. ആ ബാഗ് താഴെ വെക്ക്. അല്ല അപ്പൊ അതിന്റെ മേളില് വെക്കാലോ. നല്ല പെട്ടി. ഈ സൈഡിൽ കൂടെ നോക്കി ഇങ്ങോട്ട് നമുക്ക് തുറന്നിട്ടുണ്ട് പോവാം. നല്ല വെയിറ്റ് എല്ലാം വികലാംഗര. ഇപ്പുറത്ത് വേറെ വികലാംഗൻ. അടുത്ത വികലാംഗൻ അമ്മായെ കൊണ്ടുവിടാൻ നേരം ഈ ചായക്കട വന്നായിരുന്നു. അമ്മായെ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോ ഈ ചായക്കട ഞങ്ങൾ വന്നേ ഉഴുന്നോടെ തിന്നാൻ വേണ്ടിട്ട്. നല്ല മട്ടൻ കറിയുടെ മണോ അല്ലേ അമ്മ? ഉഴുന്നോടെ തീർന്നെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഞാൻ കുറച്ചു നേരം വണ്ടി ഓടിച്ചു. കുറെ നാൾക്ക് ശേഷം കുളമായിട്ടാണ് ഓടിച്ചത്. ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ട് ഓടിക്കാൻ പറ്റും. അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. ഇതുകൊണ്ട് അവിടെ റോഡി കിടക്കുന്നു. നീ ട്രൈ ചെയ്തിട്ടില്ല? ഇത് മതിയേ. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഇവിടെ വീട്ടിലെത്തി ഗൈസ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് സമാധാനം തരുന്നില്ല. അമ്മ എന്താ ഇങ്ങനെ ചൂടെടുത്തോ? ഞാൻ തിന്നു. അമ്മ എന്താ ഇങ്ങനെയെന്ന് പറ. അമ്മ പോയി റെസ്റ്റ് എടുക്ക്. ചൂടെടുത്ത് എനിക്ക് വീട് കണ്ടു. ഞാൻ ഈ വീട് മൊത്തം തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ടിരുന്നത്. അത് ഞാൻ അമ്മയ്ക്ക് കാണാൻ വെച്ചിരുന്നല്ലേ. ഇതും ശരിയാക്കിയില്ല. ഞാൻ മുഖത്ത് പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ട് ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇട്ടു. അമ്മ വന്നിട്ട് ഇത് ഇത്രയും തുണികൾ കഴുകിയിട്ടു. ഞാൻ കൂട്ടി ഇട്ടിരുന്നത്. അമ്മമാർ വീഴുമ്പോഴാണ് നമ്മുടെ വീടിന് ഒരു ഐശ്വര്യം വരുന്നത്. ആ മോൻ എടുത്തോ, മോന് വേണ്ടയല്ലേ. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഇന്ന് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകണം.
പുറത്ത് മീൻസ് ഹോസ്പിറ്റലിൽ പോയിട്ട് മമ്മിയാണ് കാണും. പിന്നെ താമരക്കുളത്തും പോകണം, അമ്മച്ചിയെ കാണും. അപ്പം അമ്മ വന്നതിനകത്ത് കിറ്റ്കാറ്റ് ഒരെണ്ണം കഴിച്ചു. കുറേ ദിവസമായിട്ട് ഷുഗർ കട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനെ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഇതില്ലേ കാരക്ക, എനിക്കിങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമായത്. നല്ല പഴുത്തതിനേക്കാളും ഇതാണ് ഇഷ്ടം. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് സുലേഖയുടെ അല്ല, നിഷയുടെ പെട്ടി പൊട്ടിക്കൽ. അപ്പൊ നമുക്ക് പെട്ടി പൊട്ടിച്ചിട്ട് പെട്ടിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. യൂട്യൂബ് കാണട്ടെ. യു ആർ എ ഫാഷൻ മമ്മ, ന്യൂജൻ മമ്മ. നമുക്ക് പൊട്ടിക്കാം. ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പും ഇതെന്തോ അമ്മ, അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തോളാം. എന്റെ പേരെന്തുവാ? റോസാപ്പൂവോ? കാരക്കയും തിന്നു. കിറ്റ്കാറ്റും പൊട്ടിച്ചു. അടുത്തത് ഇത് പൊട്ടിക്കോ? ഞാൻ പൊട്ടിച്ചു തരാം ഗൈസ്. ആദ്യം കുറച്ച് തുണികളായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റി. അടുത്തതായി ഇതാർക്കാ ഗൈസ്? ഇത് ഇത്രയും നമുക്ക് വേറെ കൊണ്ടുവരാനുള്ള സാധനങ്ങളാണ്. അടുത്ത പെട്ടി പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അത് നമ്മുടെ പെട്ടിയല്ലായിരുന്നു ഗൈസ്. ഈ സ്പ്രേ ആര് മേടിച്ചതാ? ഇത് കൊള്ളാം, ഇത് നല്ലയാ. ഇഷ്ടമല്ലല്ലോ, ഇത് ഞാൻ അടിക്കുന്നതാ. ഇതാണോ എന്റെ ഹസ്ബൻഡ് എനിക്ക് കൊടുത്തു വിട്ടത്? എന്റെ ഹസ്ബൻഡ് ആ മുട്ടായി ഇത് ഈ സുന നിനക്ക് തന്നു വിട്ടത്. ഇതാണ് എന്റെ പുതിയ ലിപ്സ്റ്റിക്. അറിയത്തില്ല, തേച്ചു നോക്കണം. എന്റെ പുതിയ ലിപ്സ്റ്റിക്. എന്റെ ലിപ്സ്റ്റിക് എല്ലാം തീർന്നിരിക്കും. ഫേഷ്യൽ ക്ലെൻസർ. എന്റെ ഹസ്ബൻഡ് നിനക്ക് തന്നു വിട്ട അത് ഇത് സച്ചിന് ഞാൻ വാങ്ങിയത്. ആ ഡേറ്റ്സ് നിനക്ക് ഇതെനിക്കാണോടാ? അത് ഞാൻ വാങ്ങിയത്. അതൊക്കെ ഗുഡ് ഗേൾ. അത് വീട്ടിൽ ഇരുന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാണ്. ചിയാസീഡ് ഉണ്ടായിരുന്നില്ലേ? എന്താ ചിയാ സീഡ്? ഇതാർക്കാ? അത് സച്ചുവിന്. സച്ചുവിന് അത് തന്നെ. ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനിപ്പോ കരിമീൻ അടിച്ച് ഇവിടെ കിടക്കുന്ന കാണാൻ ഗൈസ്, ഏതെങ്കിലും മൂലിക്ക്. ഹലോ ഗൈസ്, നമുക്ക് ഫെറോറോ റോഷർ ടേസ്റ്റ് ചെയ്യാം. താങ്ക്സ് പടി. ഇവരൊന്ന് കാണിക്കുവാ. ഇവര് ഇങ്ങനെ പൊട്ടിക്കുന്ന അസുഖമാ. ഇങ്ങനെ തുറക്കണം. മമ്മി ഞാനിത് ഇങ്ങനെ കഴിച്ചിട്ടില്ല. കപ്പ് കേക്ക് പോലെ ഉണ്ട്. വലുത്ത് പോയി മോനെ. ഗൈസ്
ഹലോ ഗൈസ്, ഞാൻ കുളിച്ച് റെഡിയായി വന്നു. ഞാൻ എൻ്റെ പുതിയ സ്കേർട്ടും ടോപ്പും ഇതാണ് അമ്മ കൊണ്ടുവന്നത്. കണ്ടോ? വേണ്ട, പുതിയ ലിപ്സ്റ്റിക്ക് ഞാൻ തേക്കാൻ പോവാണ് ഗൈസ്. അൾട്രാ കിസ് മീ അൾട്രാ മാറ്റ്. കറുത്താലെന്താ? നോക്ക് മക്കളെ, നോക്ക് എൻ്റെ പുതിയ ലിപ്സ്റ്റിക്ക് നോക്ക്. കറുത്താലും ഞാൻ സുന്ദരിയാണ്. റെഡിയായി. കണ്ടോ? ഇതും അമ്മയുടെ പണിയാണ്. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി പോട്ടെ. സമയമായി. ബൈ. നമ്മൾ റെഡിയായി ഗൈസ്. നമ്മൾ ഇറങ്ങി. വണ്ടിക്ക് ഹായ് പറയൂ മമ്മി. 11 മണിയായിട്ട് അമ്മായി മോളിൽ നിന്ന് ഞങ്ങൾ മന്തി കഴിച്ചിട്ട് മമ്മിയുടെ അടുത്ത് പോവാണ്. സമയം കളഞ്ഞപ്പോ നിങ്ങക്ക് എന്ത് കിട്ടി? സമയം കളഞ്ഞാണോ സച്ചോ? എന്തെല്ലാം കാര്യങ്ങൾ അമ്മ ചെയ്ത്. എന്തുവാ? വൃത്തിയാക്കി വീട് ഒന്നുകൂടെ വൃത്തിയാക്കി, കഴുകിയ തുണി ഒന്നുകൂടെ കഴുകി. ഇല്ല, കഴുകാത്ത തുണിയാ. അമ്മ സീബലിടും. ഗ്രാഫിക്സിന്റെ കടയാ. ചെറിയ പൊത്തല്ലേ മറ്റേ ഒട്ടിക്കുന്ന പ്രിന്റർ ഇല്ലല്ലോ. നിങ്ങൾ വേറെ കടയുടെ പരസ്യം കൊടുക്കും. നീ അവിടെ പോയി നോക്ക്. നീ വേറെ കടയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നോടാ. നിനക്ക് കമ്മീഷൻ മേടിക്കാല്ലടാ. അത്രയേക്കാൾ കമ്മീഷൻ അവർ വേണമെന്ന് എനിക്ക്. നീ മരുന്ന് ഞങ്ങളുടെ കൂടെ വാങ്ങിപ്പാ. അവൻ ബീഫ് റിബ് മന്തി കഴിച്ചു. ടേസ്റ്റ് കാണുമോ? എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല. നീ വാങ്ങ, ഇന്നലെ ടേസ്റ്റ് അത് പറ്റത്തില്ല. ജസ്റ്റ് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. കൊള്ളാങ്കിൽ ഞാൻ പിന്നെ മേടിച്ചോളാം. പൈസ അറിയാ കൊടുക്കുന്നേ. വേറെ ഇടാം. അല്ലമ്പറത്തിൽ എത്തി. സ്റ്റൈൽ സൂപ്പർ സ്റ്റൈൽ. അല്ല ഇതല്ലേ പെരി പെരി. അതാ ഹണി. അതാ പറഞ്ഞ ഇത് അമ്മയുടെ. നീ വരുന്നോ? അതുവഴി അതിൽ എളുപ്പം നിങ്ങൾക്ക് അതുവഴി. അവനൊരു മൂടില്ല. അവനറിയാം അവിടെ ഞങ്ങൾ 8 മണിയായി പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങിയപ്പം മമ്മി ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തനംതിട്ട വീട്ടിൽ പോയി. ഇപ്പോൾ ദേ താമരക്കുളത്ത് പൊക്കോണ്ടിരിക്കുന്നു. അയാൾ 6000 വീട്ടില്ലല്ലോ. തിരുവനന്തപുരത്തുള്ള പോണേ. വേറെ ചെരുപ്പില്ലായിരുന്നോ?
സർട്ടിഫിക്കറ്റ്? അവൻ്റെ ഈ ഇതിന് രണ്ടിലൊക്കെ ലൈസൻസും അത് അതൊക്കെ വീട്ടിലുണ്ടോ? കൊച്ചു എണ്ണിക്കാനൊക്കെ പോകും. അങ്ങനെ ഒരമ്മാവനും കിട്ടി. അതങ്ങനൊക്കെ ഉള്ളു. കാക്കുവാ അമ്മ അമ്മയുടെ പുറകില് വിശാമിച്ച് മൂത്ത് വയ്ക്കാൻ വരുന്നയാ. അതാ പോ വീട്ടിലേക്കും പിടിച്ചങ്ങ് ചെലവാക്കിയാൽ ഇല്ല. പൈസ അങ്ങനെ സൂക്ഷിക്കുക. ഹലോ ഗായ്സ്, അത്ത ഹലോ പറ. ഹായ് പറ. ഹായ്. കുഞ്ഞുമ്മ ഓടി. ഗായ്സ്, ഞാൻ രാവിലെ തന്നെ വീടിന്റെ മുമ്പിൽ വീണു. പൊള്ളിയകാല് വീണ്ടും പൊള്ളി. വണ്ടിയുടെ ബ്രേക്ക് ലിവർ പൊട്ടി. എന്റെ പല്ല് മഞ്ഞയാണെന്നാണ് എന്റെ മമ്മിയുടെ ധാരണ. എന്റെ മമ്മി എന്നെ പല്ല് ഏൽപ്പിക്കാൻ ഈ കൊച്ചു പല്ല് നല്ലൊരു തേക്കാൻ എന്റെ പല്ല് കമ്പി ഇട്ട പിന്നെ എങ്ങനെ നല്ലൊരു തേക്കാഞ്ഞിട്ടാ. ആരെങ്കിലും കേട്ടാ കാണും മാറ്റം അങ്ങോട്ട് വല. എന്റെ കണ്ടന്റ് ഏത്? പല്ല് തേപ്പിക്കൽ വ്ളോഗ്. എന്ന് ഇത്തിരി ഉമ്മക്കരി ആ ചെട്ടിയാരപ്പൂപ്പൻ്റെ ഇടയിൽ ഒരു ഉമ്മക്കരി വാങ്ങി വെക്ക്. അല്ലായിരിക്കും. മമ്മി പറയാം ഞാൻ മൂത്ത് ഒന്നും ഒഴിച്ചില്ല പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഈ പാമ്പർ ഊരുന്നേ? ആ ഈ വണ്ടി ആയിരുന്നെങ്കിൽ സച്ചു പറയുക അച്ചു പോവാണ്. അയ്യേ വലിയ വിളക്കത്തൊന്നും ഇല്ല. അതെന്നും തേക്കൊന്നും വെളുക്കുമല്ലോടെ. കുടിക്കുന്നോ? അപ്പൊ ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. സാരി എടുക്കുന്നത് അമ്മ ഉള്ളത് കൊണ്ട് കൊടുത്തു തരുമെന്ന് തോന്നുന്നു. തലയൊക്കെ കുളിച്ചിട്ട് വേഗം വരാം. ബൈ ബൈ. ഞാൻ റെഡിയായി, അമ്മായി റെഡിയായി. പക്ഷേ ഞങ്ങളുടെ വണ്ടി ഇതുവരെ വന്നില്ല. അവൻ ഇതുവരെ വന്നില്ല ഗൈസ്. അൻഷാദ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കല്യാണത്തിൻ്റെ മുഹൂർത്തം 11:30 ഇപ്പോൾ 12 മണിയായി. അങ്ങനെ അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് വൈഫ് ഡേക്ക്. ഇത് മറ്റേ തരുമി ബൈ അലീന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയർ തന്നെയാണ്. പുള്ളിക്കാരി പുതുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ സാരി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അങ്ങനെ അത് കണ്ടിട്ട് എനിക്ക് സർപ്രൈസായിട്ട് മേടിച്ചത്. ഞാനിത് തയ്ച്ചു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ലുക്ക് അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബൈ. അപ്പം നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ അവൻ വന്നു. നമ്മൾ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പോകണം. ഈ മഞ്ഞച്ചെടി ഇടാൻ പോകുന്നത് ഇവിടെ സൂക്ഷിച്ചിറങ്ങണമെങ്കിൽ തെന്നി അടിച്ച് താഴെ വീഴും. ഫുൾ മഞ്ഞയാണ് ഗൈസ്. തോണ്ട് അവൻ അവിടെ ഇരിപ്പുണ്ട്. വാ വേഗം വാ ഒന്ന്. ആ വെള്ളയായിരിക്കും നല്ലത്. എന്നാ അതിട്. ഒന്ന് ഏതായാലും ഇട്. ആ ഗൈസ്, നമ്മൾ പോവാണ് ഗൈസ്. അറിയത്ത് പോലും ഇല്ല. ഇവിടെ എന്തുവായിരുന്നു, മാർത്താണ്ടത്താ കല്യാണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവന്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. ഇതൊക്കെ അങ്ങ് ഒളിച്ചിരിക്കും. ഹായ് പറയൂ. പാടി പോയിട്ട് വരാം. അവള് ചോളൊന്നും എടുത്തില്ല. അമ്മയ്ക്ക് എന്താ ഒരു ടിപ്പിക്കൽ അമ്മ.
നേരത്തെ ആണോ താമസിച്ചാണോ? ഓൺ ടൈം ഭയങ്കരമായിട്ട്. അതെ. അപ്പോഴേക്ക് അവള് തിരിഞ്ഞ് അവളെ കണ്ടിട്ട് സദ്യ കഴിക്കുമ്പോ സദ്യ ഇല്ലെങ്കിൽ നിന്നെ പോലെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്യ മേടിച്ചു തരുന്നേ. സദ്യ ഇന്ന് അനുസാദം മേടിച്ചു തരാം. ഇഷ്ടംപോലെ ഉണ്ടടാ. വന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല. എനിക്ക് എങ്ങനെ ഈ സ്വഭാവം കിട്ടുമെന്ന് മനസ്സിലായില്ലേ. ഉണ്ണിയപ്പം അവരിതേ പിന്നെയും ജ്യൂസ് എടുക്കാൻ പോയി. എനിക്ക് വേണ്ടേ ഗായ്സ്? അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. സോ ഞാൻ ഇതിലെ ഫോട്ടോസൊന്നും എടുത്തില്ല. പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇത് നമുക്ക് ഇത് അയച്ച കുട്ടിക്ക് കൊളാബ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഓക്കെ, ഞാൻ പൊട്ടൊക്കെ തൊട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ടേക്ക് സം ഫോട്ടോസ്. കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. ഓക്കെ, ഇഷ്ടപ്പെട്ടു തന്നെ കളറ്. ഈ വ്ലോഗ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെന്ന് എനിക്കറിയാം. ഇത് ഇന്നോ നാളെയോ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 1 വീക്ക് വ്ലോഗായിട്ടാണ് ഞാൻ ഇടുന്നത്. അൻഷാദ് വന്നിട്ട് തിരിച്ച് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു വിട്ടു. സോ ലെറ്റ്സ് ഗോ. എൻ്റെ വണ്ടിയുടെ ബ്രേക്കിന് ലിവറിൻ്റെ കാര്യം അറിയത്തില്ല. ഷോറൂമിൽ വിളിച്ചു വെച്ചപ്പോൾ അവിടെ അവൈലബിൾ അല്ലെന്നാണ് അവർ പറയുന്നത്. ഇത് നോക്കാം, അങ്ങനെ വണ്ടി കൊണ്ട് പോകുമെന്നറിയില്ല. ബൈ. ടാറ്റാ. ഹായ് ഗായ്സ്, ഇന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ മുഖമൊന്നും ക്ലൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഒരു ക്ലൻസർ ഉണ്ട്. അമ്മ മേടിച്ചു തന്നത് കൊണ്ട് കൊണ്ടുതറ പപ്പായട്ടത്. സോ നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ മറ്റേ കോട്ടൺ ബാഗ്സ് ഇല്ലേ, ഈ ജോൺസൻ്റെ കോട്ടൺ ബാഗ് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നമുക്ക് അതിലേന്നൊക്കെ പോകുമോ നോക്കാം. ഇത് ഫുള്ള് ഒന്ന് തുടച്ചെടുക്കാം. ഫുള്ള് ഡസ്റ്റാണ്. കണ്ണു എന്റെ വ്ളോഗാ എന്താ പറഞ്ഞ? കണ്ടോ? കൈ മൊത്തം ഈ വിത്ത് കുഴിച്ചിട്ടാലോ? പൊട്ടി വന്നിട്ട് അത് പൊട്ടിയില്ല, ഇത് പൊട്ടിയില്ല. നല്ല ഇതായിട്ടേ പൊട്ടത്തുള്ളത്. ആടെ എൻ്റെ മമ്മി ഉണ്ടാക്കിയ ചിക്കൻ കറി. നല്ല മണമമ്മ. എന്തോ ഇട്ടേക്കുന്നേ? എന്തോ ഇട്ടത്? കൈവെള്ളം കൈവെള്ളം. ചിക്കൻ മസാലയും എല്ലാ മസാലയും കുരുമുളക് പൊടിയും നല്ല ടേസ്റ്റ്. ഞാനിതൊക്കെ ഇടുന്നതാണല്ലോ. അത് അമ്മമാരുടെ കഴിക്കുന്നത്. എൻ്റെ മോന്ത് കാണിക്കില്ലേ ദൈവത്തെ ഓർത്ത് അത് കട്ട് ചെയ്യണേ. ഇതിനകത്ത് എടുത്തിടും. എന്ത് ഫോൺ? ഐഫോൺ കറി. ഐഫോൺ 16 Pro കറി. ഈ 16 അല്ല 14 Pro കറി. കൊത്തിടണമായിരുന്നില്ല. ചേച്ച വന്നിട്ട് കുഞ്ഞു മേടിക്കത്തുള്ളൂ. ബ്രെഡ് വെച്ചിട്ടു ചാറ് ഞാൻ ഒഴിച്ചു തരാം. ബ്രെഡ് എന്ത് ബ്രെഡ് വേവിച്ചോ? ബ്രെഡ് ആവി കയറ്റി പുഴുങ്ങി തിന്നാൻ പോന്നു. ബ്രെഡ് ബ്രെഡ് കട്ടിൽ കിടക്കാൻ
ആ പയ്യനുണ്ടല്ലോ അവർ ഉപ്പാടെ ചേട്ടന്റെ മോളുമായിട്ട് പ്രേമമായിരുന്നു. എന്നിട്ട് വാപ്പാടെ ചേട്ടൻ. അപ്പോൾ ഗൈസ് ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ അത്തായിക്ക് വയ്യ. അപ്പോൾ എൻ്റെ ബാഗ് ഇങ്ങനെ എടുക്കണമായിരുന്നു. ദേവിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ബാഗ് എടുക്കാൻ വന്നതാണ്. സോ ബൈ, വീട്ടിൽ പോവാണ്. ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം. ബൈ ഗൈസ്. ഇന്ന് മൺഡേയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ വരുമായിരിക്കും തോന്നുന്നു. സോ അമ്മ 30-ാം തീയതി പോകും. പിന്നെ ദേവിയുടെ കല്യാണമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വ്ളോഗിൽ കാണുന്നവരേക്കും. ടാറ്റാ, ബൈ ബൈ.